നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മധുരയിലെ ക്ഷേത്രങ്ങളുടെ മാനേജ്മെന്റിൽ നിന്നും അഭിഭാഷകരെയും ജില്ലാ ഭരണകൂടത്തെ മാറ്റി നിർത്തണമെന്ന് അലഹബാദ് ഹൈക്കോടതി. ക്ഷേത്രങ്ങളുടെയും മത ട്രസ്റ്റുകളുടെയും നടത്തിപ്പ് മതവിശ്വാസികളല്ല പുറത്തുനിന്നുള്ളവരാണ് ചെയ്യുന്നതെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുമെന്നും ഹൈക്കോടതി പറഞ്ഞു. ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കേസുകളും എത്രയും വേഗം തീർപ്പാക്കാൻ ശ്രമിക്കണമെന്നും കോടതി പറഞ്ഞു. മധുരയിലെ ക്ഷേത്രങ്ങളുടെയും ട്രസ്റ്റുകളുടെയും നടത്തിപ്പിൽ റിസീവറാകാൻ അഭിഭാഷകർക്കിടയിൽ മത്സരം നടക്കുന്നുണ്ട്. അഭിഭാഷകരുടെ പിടിയിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കേണ്ട സമയമായി. ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ടതും മതവിശ്വാസിയുമായ ഒരു റിസീവറെ നിയമിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണം. ഇതോടൊപ്പം വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും റിസീവർക്ക് നല്ല അറിവുണ്ടായിരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ആകെ 197 സിവിൽ കേസുകൾ മധുരയിലെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. 197 ക്ഷേത്രങ്ങളിൽ വൃന്ദാവനം, ഗോവർദ്ധൻ, ബൽദേവ് ഗോകുൽ, ബർസാന മഠം എന്നിവയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ 1923 മുതൽ ഉള്ളതാണെന്നും കോടതി പറഞ്ഞു. നൈപുണ്യത്തോടൊപ്പം സമ്പൂർണ്ണ ഭക്തിയും സമർപ്പണവുമാണ് ക്ഷേത്രഭരണത്തിന് ആവശ്യമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ മധുരയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരെ നിയമിക്കുന്ന നിലവിലുള്ള രീതിയെ കോടതി വിമർശിച്ചു. ഈ സമീപനം പലപ്പോഴും കാലതാമസത്തിന് വ്യവഹാര പ്രക്രിയകൾ നീണ്ടു നിൽക്കുന്നതിനും കാരണമാകുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. വൃന്ദാവനം, ഗോവർദ്ധൻ, ബരാസന എന്നീ പ്രശസ്ത ക്ഷേത്രങ്ങളിൽ മധുര കോടതിയിലെ അഭിഭാഷകരെ റിസീവർമാരായി നിയമിച്ചിട്ടുണ്ട്. വ്യവഹാരം തീർപ്പാക്കാതെ സൂക്ഷിക്കുന്നതിലാണ് സ്വീകർത്താവിന്റെ താൽപര്യം. ക്ഷേത്രഭരണത്തിന്റെ മുഴുവൻ നിയന്ത്രണവും സ്വീകർത്താവിന്റെ കൈകളിൽ നിക്ഷിപ്തമായതിനാൽ സിവിൽ നടപടികൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. വ്യവഹാരങ്ങളിൽ ഭൂരിഭാഗവും ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ്, സ്വീകർത്താക്കളുടെ നിയമനം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. മധുരയിൽ റിസീവർഷിപ്പ് ഒരു സാധാരണ സമ്പ്രദായമായി മാറിയത് പുരാതനവും പ്രധാനപ്പെട്ടതുമായ പല ക്ഷേത്രങ്ങളുടെയും ഭരണത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നതിന്റെ വിശാലമായ വിഷയത്തിലേക്കും കോടതിയുടെ വിമർശനം വ്യാപിച്ചു. പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകന് ഫലപ്രദമായ ക്ഷേത്രഭരണത്തിന് ആവശ്യമായ സമയവും അർപ്പണവും ചെലവഴിക്കാൻ കഴിയില്ലെന്നും അത്തരം നിയമനങ്ങൾ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെക്കാൾ സ്റ്റാറ്റസ് സിംബലായി മാറിയെന്നും കോടതി പറഞ്ഞു. കോടതി പറഞ്ഞതിങ്ങനെ: കേസിന്റെ വസ്തുതകളും സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ഈ കോടതി മധുരയിലെ ജില്ലാ ജഡ്ജിയോട് വ്യക്തിപരമായി കഴിയുന്നത്ര വേഗത്തിൽ ഈ ഉത്തരവിനെ കുറിച്ച് തന്റെ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും കൂടാതെ ജില്ലയിലെ ക്ഷേത്രങ്ങളും ട്രസ്റ്റുകളും സംബന്ധിച്ച സിവിൽ തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്താൻ അഭ്യർത്ഥിക്കുന്നു. വ്യവഹാരം നീട്ടിക്കൊണ്ടുപോകുന്നത് ക്ഷേത്രങ്ങളിൽ കൂടുതൽ തർക്കങ്ങൾ സൃഷ്ടിക്കുകയും ക്ഷേത്രങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരും ജില്ലാ ഭരണകൂടവും പരോക്ഷമായി ഇടപെടുകയും ചെയ്യുന്നു. ഇത് ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ താൽപര്യത്തിന് നിരക്കുന്നതല്ലെന്നും കോടതി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.